അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അങ്ങനെ റമളാൻ മാസം തുടങ്ങിയില്ലേ. ഓ, എന്തൊരു സന്തോഷാന്ന് നോക്കി എല്ലാവരുടെയും മുഖത്ത്. അപ്പോൾ ഇന്നലെ പറഞ്ഞൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി എല്ലാവരും. ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ ഇന്ന് എന്തായാലും ഉണ്ടാക്കണം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നലത്തെ ക്ലൂ ഒക്കെ കേട്ടിട്ട് ആലോചിച്ചു എല്ലാവരും എന്തായിരിക്കും ആൻസർന്ന്. നമുക്കിത് കേട്ടു നോക്കാം. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കറക്റ്റ്, സൂറ അൽ ഫാത്തിഹ. അപ്പോൾ ഈ സൂറത്ത് നിങ്ങളിൽ മിക്കവർക്കും അറിയാമെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഈ സൂറത്ത് എന്തത്ര സ്പെഷ്യലാവണേന്ന് നമുക്കൊന്ന് അറിഞ്ഞാലോ. എല്ലാ കാര്യങ്ങളും അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഇൻഷാ അല്ലാ പഠിക്കാം കേട്ടോ. ഇനി ഇതാണ് ഖുർആനിൽ ആദ്യമായിട്ട് ഒറ്റയടിക്ക് മുഴുവനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറക്കി കൊടുത്ത സൂറ. അതായത് ബാക്കി സൂറത്തുകളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ആയത്തുകളായിരിക്കും ചിലപ്പോൾ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറക്കി കൊടുത്തിട്ടുണ്ടാവുള്ളൂ, അതായത് റിവീൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ സൂറ അൽ ഫാത്തിഹയുടെ 7 ആയത്തുകളും ഒറ്റയടിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല റിവീൽ ചെയ്തത്. അതായിരുന്നു പോയിന്റ് നമ്പർ 1. ഇനിയുമുണ്ട് ഈ സൂറത്തിനെ സ്പെഷ്യലാക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി. രണ്ടാമത്തെ എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഖുർആനിലെ ഏറ്റവും ഉത്തമമായ ഒരു സൂറത്തെന്ന്. അതായത് ഇതിന് മുൻപോ ഇതിന് ശേഷമോ സൂറ അൽ ഫാത്തിഹ പോലെ വേറെ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആ 7 പേരുകളും അതിൻ്റെ അർത്ഥങ്ങളും കൂടി ഒന്ന് പഠിച്ചാലോ നമുക്ക്. ലെറ്റ്സ് ഡു ദാറ്റ് ഇൻഷാ അല്ലാ. ആദ്യത്തെ പേരെന്തായിരുന്നു? അൽ കിതാബ്. എന്ന് അറബിക്കിൽ എന്തിനാ പറയുന്നതെന്ന് അറിയോ? ഉമ്മാക്ക്. അപ്പോൾ മദർ ഓഫ് ദ ബുക്ക്. യെസ്, അൽ കിതാബ് എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ദ ബുക്ക്, കിതാബ് എന്ന് പറഞ്ഞാൽ ബുക്ക്. ഇനി അൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? മദർ ഓഫ് ദ ഖുർആൻ. സിമ്പിൾ. അപ്പോൾ 2 പേരുകൾ പഠിച്ചു വയ്ക്കും. ഇനി മൂന്നാമത്തെ സബഅ മഥാനി. സബഅ എന്ന് അറബിക്കിൽ എന്തിനാ പറയണതെന്ന് അറിയോ? 7. എത്ര ആയത്തുകളാണ് സൂറ അൽ ഫാത്തിഹയിലുള്ളത്? 7. പിന്നെ മഥാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? എപ്പോഴും വീണ്ടും 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 ചൊല്ലപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം. നമ്മളെ എല്ലാ നിസ്കാരത്തിലും എല്ലാ റക്കാത്തിലും ഓതുന്ന ഒരേ ഒരു സൂറത്ത് ഏതാ? സൂറ അൽ ഫാത്തിഹ. അതുകൊണ്ടാണ് 7 ആയത്തുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ലേ, അതുകൊണ്ടാണ് അതിൻ്റെ പേര് സബഅ അൽ മഥാനി. നിങ്ങൾക്ക് മനസ്സിലായോ? പിന്നെ അടുത്ത പേരും ഇതായിട്ട് റിലേറ്റഡ് ആട്ടാ, അസ്സല. നമ്മളെ എല്ലാ നിസ്കാരത്തിലും എല്ലാ റക്കാത്തിലും ഓതുന്ന സൂറത്ത് ഏതാ? സൂറ അൽ ഫാത്തിഹ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് അസ്സല. സല എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം. സിമ്പിൾ. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ പഠിച്ചു? അൽ കിതാബ്, അൽ ഖുർആൻ, സബഅ മഥാനി, അസ്സല. 5ാമത്തെ പേര് അൽഹംദ്. അൽഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി. ഈ സൂറത്തിലെ ആദ്യത്തെ ആയത്ത് എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുകയാണല്ലേ, പ്രേസ് ചെയ്യാണ്. അതുകൊണ്ടാണ് ആ പേര്. ഇനി അവസാനത്തെ 2 പേരുകൾ അർ-റുഖിയ, അഷ്ഷിഫ. അപ്പോൾ അർ-റുഖിയ എന്നും അഷ്ഷിഫ എന്നും പറയാൻ കാരണം എന്താണെന്നറിയോ? സൂറ അൽ ഫാത്തിഹ ആർക്കെങ്കിലും അസുഖമൊക്കെ വരുമ്പോണ്ടല്ലോ, പണ്ട് സഹാബാക്കൾ ഇത് ഓതുമായിരുന്നു അവരുടെ മേൽ. അപ്പോൾ അവരുടെ അസുഖമൊക്കെ മാറും. നമുക്കും അത് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ 2 പേരുകൾ. ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഈ സൂറത്തിനെ ഇത്രയ്ക്ക് സ്പെഷ്യലാക്കുന്നത്. അത് നമുക്ക് ഇൻഷാ അല്ലാ നാളെ പഠിക്കാം. ഇനി ഇന്നലത്തെ ദുആ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിക്കും പഠിക്കാൻ പറ്റും ഇൻഷാ അല്ലാ.
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒന്നും കൂടി പറഞ്ഞു നോക്കിയാലോ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മാഷാ അല്ലാ, എല്ലാവരും പഠിച്ചു തോന്നുന്നുല്ലേ. ഇനി ഇന്നലെ പരിചയപ്പെടുത്താൻ പറഞ്ഞ 2 പേരുണ്ട് കേട്ടോ, നൈലയും നൊറീസയും. അവരെൻ്റെ മക്കളാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഈ നൈലയും നൊറീസൻ്റെ കൂടെ പഠിക്കാനുള്ള ഏറ്റവും രസമായിട്ടുള്ള സംഭവം എന്താണെന്നറിയോ? അവർ നല്ല അടിപൊളി ചോദ്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും. ഇന്നലെ നൊറീസ കുട്ടി എന്നോട് ചോദിക്കുക കേട്ടോ, ഉമ്മി എന്തിനാ ഈ റമദാൻ മാസത്തിൽ നമ്മൾ മുസ്ലിംസ് ഇങ്ങനെ നോമ്പൊക്കെ എടുക്കണേന്ന്? നിങ്ങൾക്കറിയോ അതിൻ്റെ ഉത്തരം? അറിയില്ലെങ്കിൽ അത് നമുക്ക് ഇൻഷാ അല്ലാ നാളെ പഠിക്കാം. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.